ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാഷൻ ടെസ്റ്റിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ സ്വന്തം അഭിരാമിയാണ്. ഇന്ന് നമ്മൾ ഫുൾ കോട്ടൺ ആണ്. കോട്ടണിൽ ഹാൻഡ് വർക്ക് വരുന്നതും സെൽഫ് വർക്ക് വരുന്നതും പാനൽ കട്ടും എലൈനും സ്ലിറ്റഡും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആണ്. ഒരു മോഡൽ അല്ല, ഏകദേശം 3 മോഡൽസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഒന്ന് ഹൈ ഡിമാൻഡ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്ത ഒരു കളറുണ്ട്. ഇത് റീസ്റ്റോക്കിംഗ് ആട്ടോ. നിങ്ങൾ കണ്ടു കാണുന്നതിന് മുൻപ് വീണ്ടും നമ്മൾ അതിന്റെ റീസ്റ്റോക്കിങ്ങും അതിന്റെ കളർ ചേഞ്ചും കൂടിയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നിട്ട് കാണാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോട്ട് അങ്ങ് ജോയിൻ ആയിക്കോളും. പിന്നെ ആരും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കോട്ടെ. ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നിങ്ങളുടെ കമന്റുകൾ ഇടാൻ നിങ്ങൾ മറക്കരുത്. എന്ത് അഭിപ്രായങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം. അപ്പം കമന്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പാനൽ കട്ടാണ് വരുന്നത്. ഇതൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഒരു പേസ്റ്റൽ ആ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. സെൽഫ് ആയിട്ട് ഇതേപോലെ വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ കുർത്തിയാണ്. പാനൽ കട്ടാണ്, കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. കാന്ത കോട്ടൺ ആണ് കേട്ടോ, കാന്ത വീവ്സ് വരുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. 3/4 സ്ലീവ്സ് വരുന്നുണ്ട്. ഇത് പാനൽ ആണ് വരുന്നത്. ഇതേപോലെ ഓരോരോ പാനൽസ് ആണ് നമ്മൾ അടിച്ചേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫ്ലെയറിൽ കിടക്കും. നല്ല ഹെവി ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്. ഗോൾഡൻ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് മനസ്സിലാവാത്തത്. ഇത് സെൽഫ് ആയതുകൊണ്ട് അത്രയ്ക്ക് ഹെവി ആണ് വരുന്നത്. പിന്നെ ഇതേപോലെ ഇവിടെ കെട്ട് വരുന്നുണ്ട് കേട്ടോ. ബാക്കിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ്, ഞാൻ കെട്ടിയാണ് വെച്ചേക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ടൈ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ യോക്ക് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുർത്തി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 699 ആണ്. 699 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക്. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്കത് വെയർ ചെയ്ത ലുക്കും കൂടെ ഒന്ന് കാണാം. ഓക്കെ, എന്തായാലും നമുക്കിനി ഇതിന്റെ കളർ ചേഞ്ച് കാണാം കേട്ടോ. നെക്സ്റ്റ് കളർ ഭയങ്കര ക്യൂട്ടായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. നമുക്ക് എപ്പോൾ വന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു ഷെയ്ഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് അതിടുമ്പോൾ ഒരു പ്രത്യേക എലഗന്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ. അത് മാത്രമല്ല, നമുക്ക് ഏത് സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറും കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറി ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആട്ടോ മെറ്റീരിയൽ. നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത്. പിന്നെ ഇതും പാനൽ കട്ടാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. ഹാൻഡ് വർക്ക് ഇതേപോലെ ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ യോക്കിൽ ഒരു പാച്ച് കൊടുത്ത് അതിലാണ് കേട്ടോ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. നല്ലൊരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വരുന്നത്. പിന്നെ ഈ പാനൽ കട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്ന പാനൽ കട്ട് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഓടിപ്പോയി കണ്ടിട്ട് വന്നത് കേട്ടോ. അടിപൊളി കുർത്തിയാണ്. പ്രീ ബുക്കിംഗ് ആയിട്ട് ആയിരുന്നു. 60 പാനലിൽ വരുന്ന അനാർക്കലി ടോപ്പ്ലെസ് ദുപ്പട്ട അല്ലെങ്കിൽ ടോപ്പ് ഒള്ളി ആയിട്ട് നമ്മളത് ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഏകദേശം അതിന്റെ സ്ലോട്ട് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബ്യൂട്ടിഫുൾ നല്ല ഫ്ലെയറിൽ കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ആയിരുന്നു. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയത് കണ്ടിട്ട് വരൂ. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണെങ്കിൽ മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഇനി കൂടിപ്പോയത് നമ്മളൊരു 30 ഓർഡറും കൂടിയൊക്കെ 30 ഓർഡറും കൂടിയൊക്കെ നമ്മൾ അതിനകത്ത് ടേക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അത്യാവശ്യം ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഇപ്പോഴേ ആയി. അപ്പം നിങ്ങൾക്ക് അത്രത്തോളം അത് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രത്തോളം ഓർഡർ നമ്മൾ സപ്പോർട്ട് ചെയ്തല്ലോ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വന്നിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. ഇന്നും ഒരു 2 ദിവസം കൂടി നമ്മൾ ഓർഡർ ടേക്ക് ചെയ്യുള്ളൂ. പിന്നെ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ കുർത്തിയുടെ വിശേഷത്തിലോട്ട് പോവാം. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നില്ല, പറഞ്ഞെന്നാ തോന്നുന്നത്. എന്തായാലും നമുക്ക് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. പാനൽ കട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇത് ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു അറ്റയറാണ്. അത് മാത്രമല്ല നമുക്ക് ഇച്ചിരി ഇങ്ങനെ വിരിവില് ഒരു ഇച്ചിരി ഭംഗിയിൽ കിടക്കും. എലൈൻ ആകുമ്പോഴത്തേക്ക് ഈ കുർത്തി എലൈനിൽ വന്നിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. കുറച്ചൊന്ന് ഫിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇത് പാനലിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രീ ലുക്കാണ്. ഇവിടെ നല്ല ടൈറ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ നല്ലൊരു ഫ്രീ ആയിട്ട് നമുക്ക് കിടക്കും. അപ്പൊ എന്തായാലും ജസ്റ്റ് ഞാൻ ഇതൊന്ന് വെയർ ചെയ്ത് കാണിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് കാണാം. അപ്പൊ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ഇതിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലാന്നാണെങ്കിൽ നമുക്ക് www.fashiontextile.com എന്ന് പറയും നമ്മുടെ വെബ്സൈറ്റിൽ നമുക്കിത് അവൈലബിൾ ആണ്.
പക്ഷെ വീഡിയോ ഇട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് വെബ്സൈറ്റിൽ വരിക. മിക്കവാറും തന്നെ നമുക്ക് വാട്സപ്പിൽ തന്നെ ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആവാറാണ് പതിവ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സൈറ്റിൽ ആഡ് ചെയ്യാത്തത്. കാരണം കുറച്ച് പേർക്ക് സൈറ്റാണ് കൂടുതൽ ഇഷ്ടം, കുറച്ച് പേർക്ക് ഇപ്പോഴും വാട്സപ്പാണ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും മാക്സിമം നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീഡിയോയും പറയാറുള്ളതാണ് മാക്സിമം നമ്മൾ സൈറ്റ് വഴി ആക്കാന്നുള്ളത്. പക്ഷെ എന്നിട്ട് നമുക്ക് എൻക്വയറി ആയിട്ട് മെസ്സേജ് ആയിട്ടൊക്കെ ആൾക്കാർ വന്ന് ചോദ്യം വാട്സപ്പ് ത്രൂ ആക്കിക്കൂടെ, അതാണിപ്പം എന്താ പറയാ സൈറ്റ് യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് സൈറ്റിലും ഇത് നമ്മൾ ആഡ് ചെയ്യും, മിക്ക ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. നെക്സ്റ്റ് വന്നിട്ട് അടുത്തൊരു മോഡലാണ് സ്വീറ്റ് ഹാർട്ട് നെക്കിൽ അതേപോലെ കോട്ടൺ കാന്ത വീക്സിൽ വരുന്ന ബ്യൂട്ടിഫുൾ. എല്ലാവരും നമ്മളിത് മൂന്നാമത്തെ റീസ്റ്റോക്കിംഗ് ആണ്, സെയിം അല്ല, പല പല ഇത്. പിന്നെ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായ ഒരു കളർ. അപ്പം അതിനെല്ലാവർക്കും ഇഷ്ടക്കാർ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കളർ വീണ്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് എലൈൻ പാറ്റേണിലാണ് വരുന്നത്. പഫ് സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മൾ ഇതേപോലെ എലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വീറ്റ് ഹാർട്ട് നെക്ക് ഹെവി ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. കണ്ടോ, ഈ ഒരു പോർഷൻ ഹെവി ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഇതേപോലെ എലൈൻ പാറ്റേണിൽ യോക്ക് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എന്തായാലും ജസ്റ്റ് ഒന്ന് വേറെ ചെയ്ത് കാണാം. ഇതിന്റെ റേറ്റ് വരുന്നത് 680 ആണ് റേറ്റ് വരുന്നത്. 650 രൂപയാണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒന്ന് വേറെ ചെയ്ത് കാണാം. നെക്കിന്റെ അവിടെയും പിന്നെ ഇവിടെയാണ് അതിന്റെ ഒരു സ്പ്രെഡിങ് വരുന്നത്. പഫ് സ്ലീവ് ആട്ടോ വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വൺ കാണാം. പിന്നെ അതിന് മുൻപായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലോട്ട് അങ്ങ് ജോയിൻ ആയിക്കോളാം. പിന്നെ നിങ്ങൾ കമന്റിന്റെ കാര്യം മറക്കരുത്, ഉറപ്പായിട്ടും മറക്കരുത്. എന്ത് അഭിപ്രായങ്ങളുണ്ടോ എന്ന് വെച്ചാൽ കമന്റായിട്ട് ഇടാം. അപ്പം മറക്കാതെ കമന്റുകൾ ഇടാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ റീസ്റ്റോക്കിംഗ് ഏറ്റവും ഇപ്പൊ 2 പ്രാവശ്യം ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ എല്ലാ റിക്വസ്റ്റ് കാരണം ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു കളർ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് റേറ്റ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. 680 ആണ് റേറ്റ് വരുന്നത്. നമുക്കപ്പം ഈ ജസ്റ്റ് ചെയ്യുന്ന ഓപ്പൺ ചെയ്തൊക്കെ കാണിച്ചാൽ എന്നാലും ഒന്നും കൂടി കണ്ടോളൂ. കണ്ടോ, ഈ ഒരു രീതിയാണ് വരുന്നത്. സെയിം വർക്കാണ്. എലൈൻ ആണ് പാറ്റേൺ വരുന്നത്. പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക്. കാന്ത കോട്ടൺ ആണ് ഫാബ്രിക്. എലാസ്റ്റിക് വരുന്നത്. പഫ് സ്ലീവ് ആണ് വരുന്നത്. സ്വീറ്റ് ഹാർട്ട് നെക്ക്, നെക്കിൽ മിറേഴ്സും പിന്നെ ഗോൾഡൻ കട്ട് ബീഡ്സും കൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്ക്, ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെയൊക്കെ അതിന്റെ സ്പ്രെഡിങ്ങും വരുന്നുണ്ട്. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ഇതാട്ടോ. മീൻസ് ഈ ഒരു പ്രിന്റ് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ എപ്പോഴും കാണുന്ന പോലുള്ളൊരു പ്രിന്റ് അല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്ന പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ഇതൊരു പീച്ച് കളറാട്ടോ. എനിക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ കറക്റ്റ് കളർ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതൊരു ലൈറ്റ് പീച്ച് ഒരു ഷെയ്ഡാണ് വരുന്നത്. അതിനകത്ത് ഗ്രീൻ അതിന്റെ ഒരു ആഷ് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്. എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. എന്നാലും ജസ്റ്റ് ഇതൊന്ന് വേറെ ചെയ്ത് കാണാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ആ ഒരു റീസ്റ്റോക്കിംഗ് കുർത്തിയാട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇപ്പൊ സെയിം ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. നല്ലൊരു പീച്ചിഷ് കളറിലാണ് വരുന്നത്. വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയ്ഡാട്ടോ. എല്ലാവർക്കും ഒരുപോലെ നമ്മൾ ഏതൊരു കളർ കൊണ്ടുവന്നാലും, നമ്മൾ ഈ ഒരു ഏതൊരു മോഡൽ കൊണ്ടുവന്നാലും ഈ ഒരു കളർ എന്തായാലും കാണും. ഇങ്ങനെയാണ് വരുന്നത്. എലൈൻ ആണ് പാറ്റേൺ വരുന്നത്. ഇത് വരുന്നുണ്ട് സെയിം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സെയിം ആയിട്ട്. അല്ല, ഈ ഒരു രീതിയിലാണ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ എല്ലാം സ്പ്രെഡിങ് വരുന്നുണ്ട്. കാന്ത ബീഡ്സ് ആണ് പോയിരിക്കുന്നത്. എലൈൻ ആണ് പാറ്റേൺ വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇനി വേറെ ചെയ്തിട്ടും കൂടി പറയാം കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വേറെ ചെയ്ത് കാണാം. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് വൺ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് ഞാൻ ഇതും കൂടെ ഒന്ന് വേറെ ചെയ്ത് കാണാം. ഇതിന് എല്ലാത്തിനും തന്നെ നമുക്ക് പോക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ മോഡലിൽ 3 മോഡലാണ് നമ്മൾ ഇതിൽ കാണിച്ചത്. ആ 3 മോഡലിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ പോക്കറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പോക്കറ്റിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നത് അതൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും
ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കട്ടില്ലാത്ത ഫുൾ ഓപ്പണിംഗ് വീഡിയോ, പാക്കേജിന്റെ ഇരുവശങ്ങളും വ്യക്തമായി ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇരുവശങ്ങളും വ്യക്തമായി കാണിച്ചതിന് ശേഷമുള്ള ഓപ്പണിംഗ് വീഡിയോ എടുക്കുക. ഇൻ കേസ് എനി റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മസ്റ്റ് ആയിട്ട് വേണം. എനിക്ക് വേണ്ടിയല്ല നിങ്ങൾ എടുക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഓപ്പണിംഗ് വീഡിയോ എടുക്കേണ്ടത്. നമ്മളുടെയും നല്ല ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈൻ വാങ്ങിയാലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ടും എടുത്തിരിക്കുന്നു. കാരണം നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഡബിൾ ക്വാളിറ്റി ചെക്കിന് ശേഷമാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ട് അതിലൊരു പ്രശ്നങ്ങളും കാണില്ല എന്നുള്ളത്. അപ്പോൾ ഇൻ കേസിന്റെ മനുഷ്യരല്ലേ നമ്മളിപ്പോൾ ക്വാളിറ്റി ചെക്കിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കണ്ണിൽ കാണാത്തതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ അത് നമുക്കത് ഓപ്പണിംഗ് വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് റിട്ടേൺ എക്സ്ചേഞ്ച് പോസിബിൾ ആകത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രാൻസ്പോർട്ടിന്റെ വഴിയിൽ എന്തെങ്കിലും പ്രശ്നം, അതായത് കവറിന്റെ വശങ്ങളൊക്കെ വ്യക്തമായി കാണിക്കണം എന്ന് പറയുന്നത്, എന്തെങ്കിലും പൊട്ടിയോ ഇതോ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് കൈപ്പറ്റരുത്. നമ്മൾ ഇവിടെ നല്ല ക്ലിയർ ആയിട്ടായിരിക്കും അയക്കുന്നത്. അപ്പം ട്രാൻസ്പോർട്ടിൽ വരുന്ന എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ DTDC ആൻഡ് പോസ്റ്റാണ് അയക്കുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, നിങ്ങൾ അപ്പം തന്നെ റിട്ടേൺ ചെയ്യുക, റിജക്ട് ചെയ്തേക്കുക. ഓപ്പൺ ചെയ്ത് നോക്കാൻ നിൽക്കണം. പുറമെ നിങ്ങൾ വിസിബിളി നമ്മുടെ ക്ലോത്തിന് ഡാമേജ് ആയിട്ട് എന്തെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നമുക്ക് ഓൾവേസ് എക്സ്ട്രാ വരുന്നതായി നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യുന്നതാണ്. പിന്നെ 7 to 9 വർക്കിംഗ് ഡേയ്സ് ഡിസ്പാച്ചിങ് ടൈമാണ് നമുക്ക് വരുന്നത്. വർക്കിംഗ് ഡേയ്സ് ആണ്. സാറ്റർഡേ സൺഡേ നമുക്ക് ഹോളിഡേ ആണ്. അപ്പം അന്ന് നമുക്ക് വീഡിയോയും ഓവർടേക്കും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ വർക്കിംഗ് ഡേയ്സ് കൂടും. പാക്കിംഗ് നമ്മളത് വർക്കിംഗ് ഡേ ആയിട്ട് കൂട്ടാറില്ല. അതുകൊണ്ട് തന്നെ 7 to 9 വർക്കിംഗ് ഡേയ്സ് ഡിസ്പാച്ചിങ് ടൈമാണ് നമുക്ക് വരുന്നത്. നിങ്ങൾ എപ്പോഴും ഒന്ന് ഓർത്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.